എല്ലാവർക്കും അടുക്കളക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ അടുക്കളക്കൂട്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രീൻ മസാല വെച്ചിട്ട് ഒരു ചിക്കൻ ഫ്രൈ ആക്കാം. ഹരിയാലി ചിക്കൻ ഫ്രൈ. എപ്പോഴും നമ്മൾ റെഡ് മസാല വെച്ചിട്ടല്ലേ ഉണ്ടാക്കാറ്, റെഡ് കളറിലെ ചിക്കൻ ഫ്രൈയാണ് കഴിക്കാറ്. ഇന്ന് നമുക്ക് ഗ്രീൻ ആക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിപ്പം ഞാൻ 1 കിലോ ചിക്കനിൽ അതിൽ നിന്ന് കുറച്ച് എല്ലുള്ള പീസുകൾ മാത്രം, കുറച്ച് വലിയ പീസുകൾ മാത്രം എടുത്തു വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ മസാലകൾ ചേർക്കണം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ മസാല ആക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ മല്ലി, പുതിന, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൊടികൾ എന്ന് പറയാൻ മാത്രം കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ഫസ്റ്റ് തന്നെ. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ ഗ്രീൻ കളറിലെ എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക വേണ്ട. അപ്പോൾ ഗ്രീൻ മസാല ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് അരക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചിട്ടുണ്ട്, ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യുക കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് അപ്പം തന്നെ പൊടിച്ചിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നല്ലത്. ഇല്ലെങ്കിൽ പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ചെറുനാരങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പക്ഷേ മസാല അരക്കുന്ന ടൈമിൽ അതിൻ്റെ കൂടെ കരിവേപ്പില അരക്കണ്ട, പക്ഷേ വേറെ തന്നെ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവറും കൂടി ഉണ്ടാകുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിനോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അതിനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെക്കുക. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചെടുക്കുക. ഞാൻ എപ്പോഴും വെളിച്ചെണ്ണ എണ്ണയാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ കട്ടയായിപ്പോയി. എണ്ണ ഇട്ട് അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ എണ്ണ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ ചിക്കൻ ഫ്രൈ ആക്കാൻ പോകുന്നത് ഇങ്ങനെ മുക്കി പൊരിക്കാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് നമ്മൾ ഫിഷെല്ലാം ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്യാനേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അതും ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫ്രൈ ചെയ്യുന്നതും കൂടി നോക്കാം.
അപ്പോൾ ഇതിൻ്റെ തീ നമ്മൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ നോക്കരുത്, കാരണം നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് വേവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് വേണം നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അത്യാവശ്യം നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്കിതിനെ മറച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് സമയമായി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് മസാലേൻ്റെ എല്ലാം വെള്ളം ഇറങ്ങിയിട്ട് എണ്ണയെല്ലാം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മറിച്ചിടാൻ പറ്റുമോ നോക്കാം, എന്തായി അവസ്ഥ നോക്കാം. ഇത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് സമയം കൂടി വെച്ചതിന് ശേഷം നമുക്ക് മറിച്ചിടാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ. എൻ്റെത് ഇപ്പം ഏകദേശം നന്നായിട്ട് കരിഞ്ഞതുപോലെ ഉണ്ട് കാണുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് ഒരു ഭാഗം നന്നായിട്ട് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ അടുത്ത ഭാഗം കൂടി ഫ്രൈ ആയി കിട്ടണം. അപ്പം അടുത്ത ഭാഗം ഇനിയിപ്പോൾ വേഗം ഫ്രൈ ആയി വരും, കാരണം ഒരു ഭാഗം നന്നായിട്ടായല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മളുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിൻ്റെയും അതുപോലെ കരിവേപ്പിലയുടെയും പിന്നെ ആ ഒരു വെളിച്ചെണ്ണയുടെ ഒക്കെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് സൈഡും എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്